എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ശ്രീകുട്ടി. എൻ്റെ പേര് ദേവുട്ടി. ഇന്നത്തെ ലൈവിന് ഒരു പ്രത്യേകതയുണ്ട്. വിശ്വകർമ്മ സൗഹൃദ കൂട്ടായ്മ വിവിധ തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാവരും ആ വിവരം അറിഞ്ഞു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാൻ കൂടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലുള്ള ഒരു നിർധന കുടുംബത്തിലെ ഒരു ചേച്ചിയുടെ വിവാഹമാണ് നമ്മുടെ സൗഹൃദ കൂട്ടായ്മ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിവരം സന്തോഷപൂർവ്വം എല്ലാവരിലും ഞാൻ എത്തിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന ഈ വിവാഹത്തിന് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിവാഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. അതുപോലെ തന്നെ ആരും മറക്കരുത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഇന്ന് വിമൻസ് ഡേ ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വനിതാ ദിനമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വനിതകളെ എല്ലാവരെയും നന്നായിട്ട് ആദരിക്കേണ്ട ദിവസമാണ് അല്ലേ. നമ്മളെ സ്കൂളിലൊക്കെ ഇന്ന് അസംബ്ലിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ടീച്ചർമാർക്ക് 19ഉം 20ഉം വർഷമൊക്കെ ആയ ടീച്ചർമാർക്കൊക്കെ പൊന്നാടിയൊക്കെ അണിയിച്ചു. നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ അടിയൊക്കെ വാങ്ങിച്ചു. നല്ല ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കമന്റ്സിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ എത്തിയിരിക്കുന്ന ഹായ് വെൽക്കം വരുന്നുണ്ട്. ഹായ് വെൽക്കം, താങ്ക് യു. പൊളിച്ചെടുത്തേടെ എത്തിയിട്ടുണ്ട്. ഹായ് പറഞ്ഞു. ഹായ് പൊളിച്ചെടുത്തേടോ. രാജേഷ് ഏട്ടൻ നൈസ് പറഞ്ഞു. താങ്ക് യു. സുരാജ് ഏട്ടൻ ഹായ് പറഞ്ഞു. പൊളിച്ചെടുത്തേടൻ എന്താണ് ആലോചിക്കുന്നത്? ഹായ് പറഞ്ഞിട്ട് ഹായ് നിതിൻ ചേട്ടോ. അങ്ങനെ ഒരു അവാർഡ് കിട്ടുമല്ലേ? ഓക്കെ. രവീന്ദ്രൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് രവീന്ദ്ര ഏട്ടോ. എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ലൈവിലേക്ക് സ്വാഗതം ചെയ്തു. ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് തോന്നുന്നില്ല നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ. കാരണം ഒരുപാട് നാളായില്ലേ ലൈവൊക്കെ ചെയ്ത് വന്നിട്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് കൊണ്ടാണ് സ്റ്റാർട്ടിങ് ട്രബിൾ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ക്ഷമിക്കണം. അപ്പൊ എന്തായാലും നമ്മളിന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു നിർധനായ കുടുംബത്തിലെ ഒരു ചേച്ചിയുടെ വിവാഹമാണ് സൗഹൃദ കൂട്ടായ്മ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിവരം എല്ലാവരുടെ അടുത്തും സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ വിവാഹത്തിന് നിങ്ങളാൽ കഴിയുന്ന സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലൈവിലേക്ക് കിടക്കുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവരും മറക്കാതെ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ ലൈവ് കാണുന്ന എല്ലാവരും ഈ സഹായം ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. അശോകൻ ചേട്ടൻ ഹായ് പറഞ്ഞിട്ട് ഹായ് അനി ചേട്ടോ. അപ്പൊ എല്ലാരും വേഗം ഓടി പറ്റേ. ഞാൻ ഇന്ത്യയിൽ നിന്നും തിരുവനന്തപുരം കട്ടാക്കട എന്റെ വീട്ടിൽ റൂമിൽ ഇന്ന് ലൈവിൽ കാണുന്നു. ഓ വെരി ഗുഡ്. അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞില്ല. എന്നോടാരും പറഞ്ഞില്ല. രാജീവേട്ടൻ ഹായ് പറഞ്ഞു. ശിവ ഹായ് പറഞ്ഞിട്ട് ഹായ് ശിവ ചേട്ടോ. ജോയ് ചേട്ടൻ ഹായ് പറഞ്ഞു. സെബാൻ നിങ്ങൾ ലൈവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഒരുങ്ങി നിൽക്കുന്നത്. ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഒരു കണ്ണെഴുതി പൊട്ടിട്ട് കുറിയിട്ട് 2 കണ്ണെഴുതി പൊട്ടിട്ട് കുറിയിട്ട് ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ. ബാക്കി ആരും ഒന്ന് വിശദീകരിക്കണം. സജിത്തേട്ടൻ ഹായ് വരുന്നു. സുരേഷ് ചേട്ടൻ ഹായ് വരുന്നു. കലാധരൻ ചേട്ടൻ ഹായ് വരുന്നു. പൊളി ചേർത്തിട്ട് ഓക്കെ. ഉത്രയുടെ നെമ്മിയ ഹായ് പറയുന്നുണ്ട്. ഹായ് ഉത്രയുടെ നെമ്മിയ. എന്റെ അമ്മയാണ് കേട്ടോ ഉത്രയുടെ നെമ്മിയ എന്ന് പറയുന്നത്. ഓക്കെ. കാവിലെ പാട്ടിന്റെ ആശംസകൾ പറയുന്നത് നമ്മുടെ രാജീവേട്ടൻ. താങ്ക് യു സോ മച്ച്. സുരേഷ് കുമാരിയുടെ നമസ്കാരം. സന്തോഷ് ഉത്രാടം അതിന്റെ ഫാദറാണ്. ഹായ്. എവിടെ വീട്? ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ. നമ്മുടെ സുരേഷ് ഇടം പറയുന്നുണ്ട്. എന്റെ വീട് തിരുവനന്തപുരം വക്കം. പൊളിക്കണട്ടോ നമ്മുടെ ബിരീഷിയുടെ പറയുന്നത്. പിന്നല്ല. ജോയി ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. അമ്മ ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു. നമ്മുടെ ലൈവ് ഇപ്പോൾ 68 പേര് കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും ലൈവിലേക്ക് ഒരുപാട് പേര് ക്ഷമിക്കുന്നു. മാക്സിമം നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം? മാക്സിമം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ പേജ് ഫോളോ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൂടെ കാണണം. രാജേഷ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. ആശംസകൾ നമ്മുടെ മുരളി ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. സുരേഷ് കുമാരേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. അപ്പൊ വേഗം ആവട്ടെ. നിങ്ങളുടെ വിശേഷങ്ങൾ കമന്റ്സുകൾ ഒരുപാട് നാൾക്ക് ശേഷം ലൈവിൽ വന്നിരിക്കണം. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ കമന്റ്സുകൾ പിന്നെ വേണ്ട പാട്ട് ഡാൻസ് എല്ലാം വേഗം അടിച്ച് പൊളിച്ച് തുമ്പത്ത് ലൈവിലേക്ക് കടന്നു വരട്ടെ. എല്ലാവരും ഉറങ്ങാണെന്നാണ് തോന്നുന്നത്. വേഗം ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. PSB കൊല്ലം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സുഖാണോ? നമ്മുടെ സുരേഷ് ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും സുഖം. രാജേഷേട്ടൻ ഹായ് പറഞ്ഞത്. ഹായ്. അടുത്തിരിക്കുന്ന ആ കുട്ടി കൂടെ സഹായിക്കും ലൈവിൽ കമന്റ് വായിക്കാൻ. സഹായിക്കും ദേവുട്ടി. നമസ്തേ. നമ്മുടെ ഷാജിയേട്ടൻ പറയുന്നുണ്ട്. നമസ്തേ. ലൈറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലേ? ഓക്കെ. ഒരു പാട്ട് പാടും നമ്മുടെ സുജിത്ത്. അല്ല ലൈറ്റ് ഇങ്ങനെ ഓഫായി ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. ഒരു പാട്ട് പാടും നമ്മുടെ സുജിത്ത് ഏട്ടൻ പറയുന്നുണ്ട്. പാട്ട് പാടിത്തരാം കേട്ടോ. നല്ലൊരു ഗായികയാണ്. ഞാൻ സാധാരണ ഓടാറുള്ളത്.
നീ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ എനിക്ക് വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ശ്രീനാഥ് അപ്പൊ അടുത്തരാ കേട്ടോ. ശ്രീനാഥ് റഞ്ചി ഹായ് പറഞ്ഞു. അനിൽ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. അനുപേടൻ ഹായ് ഹായ്. അഭിലാഷന ഹായ് പറഞ്ഞു. വിഷ്ണു വി ഹായ് പറയുന്നുണ്ട്. ഹായ് വിഷ്ണു, ഒരുപാട് സ്നേഹിതരെ ഞാൻ ലൈവിലേക്ക് തോന്നുന്നു. കലാധരൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. പ്രവീഷ് ചേട്ടൻ നമസ്തേ പറഞ്ഞു. നമസ്തേ. രമേശ് ചേട്ടൻ ഹായ് പറഞ്ഞു. അവിടെ ഫാൻ ഇല്ലേ? ഫാൻ ഇട്ട ഈ സൗണ്ട് ഒന്ന് ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഭയങ്കര ഇതായിരിക്കും. പിന്നെ ഇങ്ങനെ റിലാക്സ് ഒക്കെ ആയി ഇങ്ങനെ പോവാം. പിന്നെ ഉറക്കം വരും. ഉള്ള സാധ്യമായ VSB എറണാകുളം ജില്ലയുടെ ആശംസകൾ നമ്മുടെ ഷാജി ഏട്ടൻ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് VSB എറണാകുളം ജില്ല. താങ്ക് യു. ബൈജോട്ടൻ ഹായ് മക്കളെ, നമസ്കാരം ബൈജോട്ടോ. ചേച്ചി അനിയത്തിയാണോ നമ്മുടെ സുരേഷ് ചേട്ടൻ പറയുന്നത്? കണ്ടിട്ട് തോന്നുന്നില്ലേ? ഞാൻ ചേച്ചി, ഇത് അനിയത്തി. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഹായ്, സുഖാണോ? നമ്മുടെ രാജയുടെ ചോദിക്കുന്നുണ്ട്. സുഖാണ് രാജേഷിയുടെ സുഖാണോ? അപ്പൊ എല്ലാവർക്കും സുഖാണ്. ലൈവ് കാണുന്ന എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ചായ കുടിച്ച് സേഫ് ആണെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ കമന്റ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിജയൻ ചേട്ടൻ നമസ്തേ മക്കളെ പറയുന്നത്. നമസ്തേ വിജയൻ ചേട്ടോ. നമസ്തേ. നമ്മളോടൊരു പാട്ട് ചോദിച്ചിരുന്നല്ലേ, പാട്ട് പാടിത്തരാം കേട്ടോ. കുമാരി ഉണ്ണി മീശക്കാരി മീശക്കാരൻ മാധവൻ. ഓക്കെ, ബാലമുരുകൻ ചേട്ടൻ ഹായ് പറയുന്നു. ശ്രീരഞ്ജിനി ചേച്ചി മോളേന്ന് വിളിക്കുന്നുണ്ട്. എന്തോ ചായ കുറിച്ച് നമ്മുടെ പൊളിച്ചെടുത്ത് ചോദിക്കുന്നുണ്ട്. യെസ് ഹരിദാസ് സാർ നമസ്കാരം, നല്ലൊരു ശുഭസായനം ആശംസിക്കുന്നു പറയുന്നു. താങ്ക് യു സോ മച്ച്. ഹൈ, സുഖാണ്? നമ്മുടെ രാജേഷ് ചോദിക്കുന്നത് സുഖാണ്. അരുൺകുമാരുടെ ഹായ്. അരുൺ ദുബായ് എന്ന് പറയുന്നത്. ദുബായിൽ നിന്ന് നമ്മുടെ അരുൺ ചേട്ടൻ ലൈവ് കാണുന്നത്. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും നന്നായി പഠിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് നമ്മുടെ പൊളിച്ചെടുത്തിട്ട്. പിന്നെ അനീഷ് കൃഷ്ണൻ ചേട്ടൻ ഹായ് പറയുന്നത്. ഹായ്. ആ ഡയലോഗ് കേട്ടത് എന്റെ അമ്മാമ്മ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ആക്കാണ്. ഇത്രയും നേരം അനങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പൊ കാറ്റടിച്ചപ്പോ തലയിട്ട് ഇങ്ങനെ ആക്കുവാണ്. നല്ല പേര് ദേവൂട്ടി. ഈ പേര് കേൾക്കുമ്പോൾ എനിക്കൊരു സിനിമയാണ് ഓർമ്മ വരുന്നത്. അത് എന്താണെന്ന് പറയാൻ കഴിയുമോ? ഏതാണെന്ന് പറ. എന്റെ പേരിലുള്ള സിനിമ എനിക്ക് പറയണം. എനിക്ക് വല്ല കാവ്യമതോടെ ഇരിക്കും. കാരണം ഞാൻ അങ്ങനത്തെ ലുക്കാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അയ്യോ പാവം ദേവു. ഫോട്ടോ എടുത്തോണ്ട് തന്നെ വരച്ചിട്ട്. ഓക്കെ, അപ്പോ ഹരിദാസ് ചേട്ടൻ ഒരുപാട് സ്റ്റിക്കർ എടുത്ത് പൊളിച്ചെടുത്തിട്ട് ഇങ്ങനെ ചിരിക്കല്ലേ. കമന്റ്സ് പോരട്ടെ. ശ്രീജിലേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. ഇപ്പഴാ സുരേഷ് ഉണ്ണിച്ചേട്ടൻ ഹായ് പറഞ്ഞു. എന്തോ പ്രോബ്ലം ഉണ്ട്. അത് ലൈറ്റ് ഒന്നേ നെറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എന്തെങ്കിലും ഒരു ഇത് കാണിക്കും. ഇപ്പൊ ഓക്കെ ആണോ? ലൈറ്റ് പ്രോബ്ലം. തെങ്കാശി പട്ടണ സിനിമയെന്ന് പറയുന്നുണ്ട്. തെങ്കാശി അതിൽ ഞാൻ പറഞ്ഞില്ലേ കാവ്യമതോന്റെ. എനിക്ക് പക്ഷെ പറക്കത്തളിയ സിനിമയാണ് ഓർമ്മ പറഞ്ഞത്. ദേവുനെ അതിലെവിടെയാണ് ദേവൂട്ടി പ്രതിഷേധിക്കണം. നിങ്ങളുള്ളത് കേൾക്കുക. ദേവൂട്ടി ഇല്ല. പക്ഷേ ദേവൂട്ടി പേരുള്ള ആരുമില്ല. പക്ഷെ അതിലൊരു എനിക്കെല്ലാം മനസ്സിലായി. ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അരുൺ നാരായണൻ ചേട്ടൻ ഹായ് പറഞ്ഞു. ഹായ് അരുൺ ചേട്ടോ. അപ്പൊ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടു വരുന്ന അത് ഏത് സിനിമയാണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നത് പേര് പറക്കം തളിക്കാതെ. പക്ഷെ നിങ്ങൾ ഏത് സിനിമയാണ് ഉദ്ദേശിച്ചെന്ന് പറയുന്നത്. ഹായ് ദേവു, നമ്മുടെ അനുപെടും. ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് അലസിട്ട് എനിക്കൊരു ഹായ് ഇല്ലേ. എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് ഒരു റേഡിയോ കണക്ക് ഇങ്ങനെ കിലുകില്. അപ്പൊ അവിടെ നോക്കിയപ്പോ അടുത്തൊരു സാധു കുട്ടി. അയ്യോ പാവം. ഹരിപ്രീത് ഏടൻ ഹായ് പറയുന്നു. ഹായ്. ലൈറ്റ് എല്ലാം കറക്റ്റ് ആണ്. നിങ്ങളുടെ ലൈവ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സെബാൻ ചേട്ടോ ഇങ്ങോട്ട് വാ. ഇപ്പൊ ലൈറ്റ് കറക്റ്റ് ആണ്. രാജീവ് ഏട്ടൻ കൂരി പറയുന്നുണ്ട്. ഗിരീഷ് ചേട്ടൻ ഹായ് പറയുന്നു. കാവിരി പാട്ടിന്റെ ആശംസകൾ. രാജേഷ് ചേട്ടൻ താങ്ക് യു സോ മച്ച്. വിഷ്ണു ചേട്ടൻ ഹായ് പറഞ്ഞു. പ്രസാദ് ഹായ് പറഞ്ഞു. ഹായ് 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 ഹായ്. 102 പേര് നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വിശ്വകർമ്മ സൗഹൃദ വേദി. രാജീവ് കെ പിക്കു എന്ന് പറയുന്നുണ്ട്. ഹായ് മഹേഷ്. ഹായ് മഹേഷ് ചേട്ടാ. ഹായ്. പോളിച്ചേട്ടൻ ഇങ്ങനെ ചിരിച്ച് ഇപ്പൊ ചാവും. നമ്മുടെ അനീഷയുടെ സുഖാണ് ചോദിക്കുന്നുണ്ട്. സുഖാണേട്ടാ. അല്ല, ഇന്ത്യയിൽ കേരളത്തിൽ കാട്ടാക്കടയിൽ സ്വന്തം വീട്ടിൽ സ്വന്തം റൂമിലിരുന്ന് കാണുമെന്ന് ചേട്ടാ. സന്ധ്യ ചേച്ചി ഹായ് പറയുന്നുണ്ട്. പൊളിച്ചെടുത്തിട്ട് തുള്ളി കളിക്കണം. അതിന്റെ അർത്ഥം പേരിങ്ങനെ എടുത്തെടുത്ത് ഞാൻ പറയുമല്ല. അതിന്റെ എനിക്ക് വയ്യ. ഓക്കെ, പ്രസാദേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. അപ്പൊ നമ്മളിവിടെ കുറച്ച് നമ്മുടെ ലൈവിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ഡാൻസ് ആൻഡ് മ്യൂസിക് ഷോ ആണ്. അപ്പൊ എന്തായാലും നമ്മളത് കംപ്ലീറ്റ് ആക്കണ്ടേ. ബിബിൻ ചേട്ടൻ മീശക്കാരി പറഞ്ഞത്. അജിത് കുമാർ ഏട്ടൻ ഹായ് പറഞ്ഞു. സുമേഷ് ഹായ് ഫ്രണ്ട്സ് പറയുന്നു. പ്രസാദ് ഏട്ടൻ ഹായ് പറഞ്ഞത്. ഹായ്. പൊളിച്ചെടുത്തിട്ട് അടിപൊളി ഡാൻസ് കളിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ
ഒരു ഡാൻസിലേക്ക് നമുക്ക് പോവാന്ന് വിചാരിക്കുന്നു. സുലോചന ചേച്ചി ഹായ് പറയുന്നു. സുലോചന ചേച്ചി ഹായ്. ശ്രീകല ചേച്ചി ഹായ് പറയുന്നു. ഹായ്. ശ്രീലേഖ ചേച്ചി ഹായ് പറയുന്നു. ഇതെന്താ ഇതെല്ലാം ശ്രീയിലാണല്ലോ. അനീഷ ചേച്ചി ഹായ് പറയുന്നു. ഹായ്. അനീഷ് ചേട്ടൻ ഹായ് പറയുന്നത്. ഞാൻ പറഞ്ഞ സിനിമ ദേവൂട്ടി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ കാണുമ്പോൾ കേരള തനിവുള്ള മുഖച്ഛായ. ദേവു നോക്കട്ടെ. ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വന്നിരുന്ന കവില പകുതി ഈ എന്തൊരു ശ്രീത്വം വിളങ്ങുന്ന മുഖം എന്നൊക്കെ പറയണെങ്കിലേ ഞാൻ കണ്ണുപൊട്ടനായിരിക്കണോ? അത് ശരിയാ കേട്ടോ, കണ്ണുപൊട്ടനാ. എനിക്ക് ഇത്രയും പറഞ്ഞ സമാധാനം കിട്ടില്ല. സുലോചന ചേച്ചി ഹായ് എന്നാ തുടങ്ങിക്കും. വിനയ ചേച്ചി ഹായ് പറഞ്ഞു. വത്സല എവിടാണ് സുഖാണോ? ഹായ്. സ്റ്റാർട്ട് പ്രോഗ്രാം എന്നാണ് കേട്ടോ. താങ്ക് യു ശ്രീജിൽ ചേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ കമന്റ്സ് വിട്ടുപോയോ എന്നൊരു സംശയം ഉണ്ട്. വിട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൃഷ്ണകുമാരുടെ സുന്ദരി കുട്ടികൾ വേഗം ബാക്കി എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. അനുപേടെ പറഞ്ഞു തെങ്കാശി പട്ടണത്തിലെ ദിലീപ് വിളിക്കില്ലേ അതാണ് ഓർമ്മ വരണ ദേവൂ. അത് വേറെ ആരോണ്ട് ഇംഗ്ലീഷില് കമന്റ് ഇട്ട് നേരത്തെ ഞാൻ മിണ്ടൂല. എല്ലാരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചത്. അപ്പൊ എല്ലാവർക്കും പറയാനുള്ള ഒരു അവസരം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിന്നെ പറക്കം തലകയില കുട്ടിയെ കണക്കിരിക്കുന്നെന്ന്. രണ്ടാൾക്കും ഹായ് ട്ടോ. ഹായ്. എന്താണ് പരിപാടി? എന്തായാലും കറക്റ്റ് ആയിട്ട് അനുപേടം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലെ കമന്റ്സ് പ്രതീക്ഷിക്കുന്നത് വേഗം ആവട്ടെ. എന്താണ് പരിപാടി വിഷ്ണു ചേട്ടാ? എനിക്ക് സുഖാണ്. അവിടെ എന്താണ് പരിപാടി? വരാം. സുമേഷ് ചേട്ടൻ ഡാൻസ് ഉണ്ടോ? പിന്നല്ല, ഡാൻസ് ഉണ്ട്. ഇപ്പൊ വരും. ഹായ് പറഞ്ഞു. ശരിയാ, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എനിക്ക് പൈസ തരാം. അയ്യോ, ബിപിൻ ചേട്ടൻ പറഞ്ഞതല്ല, കുമാരി പറഞ്ഞതാ. ഓക്കെ, എന്നാൽ തുടങ്ങിയാലും ഒരു സോങ്. മഹേഷ് ചേട്ടൻ സുന്ദരിക്കുട്ടികൾ. ഓക്കെ, ഷിജോടൻ ഹായ് പറഞ്ഞു. ഹായ്. അപ്പൊ ഹായ്. മനുചേട്ടൻ ഹായ് പറഞ്ഞു. ഹായ്. എല്ലാവർക്കും എന്നെ വലിയൊരു ഹായ്. നീ ഹായ് കൊടുക്കില്ല? ഞാൻ കൊടുക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് സ്ഥലം കിട്ടി. ഇപ്പൊ 2.5 ഹായും കിട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ചുമ്മാ ഇരിക്കുക. ഓക്കെ, ബിനു അർച്ചന മേഘ BS സിന്ധു അത് മെൻഷനാണ് കേട്ടോ. അപ്പൊ എല്ലാവരും മാക്സിമം മെൻഷൻ ചെയ്യുക, ഷെയർ ചെയ്യുക, പരിപാടി കട്ടസപ്പറയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. 101 പേര് ലൈവ് കണ്ടുപിടിക്കുന്നത്. ഇനിയും ആവശ്യകരമായി ഇനിയും നമ്മുടെ ലൈവിലേക്ക് കൂടുതൽ പേരെ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത നമ്മുടെ ഒരു ഡാൻസിലേക്ക് കിടക്കുന്നത്. അമ്മ പാട്ട് എന്താ പാട്ട്? രാമ എന്തുവാണ് പൊളിച്ചേട്ടൻ? ഞാൻ വെച്ച് പാട്ടാണെന്ന്. ശ്യാം കുമാർ ഏട്ടൻ, ശ്യാം കണ്ണൂർ ഏട്ടൻ ഹായ് പറഞ്ഞിട്ട്. ഹായ് ശ്യാം ചേട്ടോ. ഹായ്. താങ്ക് യു. നമ്മുടെ പൊളിച്ചേട്ടൻ പറഞ്ഞ എന്തിനാ താങ്ക്സ്. സുരഭി ചേച്ചി ഹായ് പറഞ്ഞിട്ട്. ഹായ് സുരഭി ചേച്ചി. ശ്രീജിൽ ഏട്ടൻ ഓയ് പറഞ്ഞിട്ട്. ഓ ഈ തകർക്കും നമ്മുടെ വിഷ്ണു ചേട്ടൻ പറഞ്ഞു. പിന്നല്ല, തകർക്കും. ഷിജു ഏട്ടൻ ഹായ് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഗോപകുമാർ ഏട്ടൻ കരയാണ് പാവം. ഡാൻസുകാരിയ എന്ന് നമ്മുടെ മഹേഷ് ഏട്ടൻ ചോദിക്കുന്ന. അതെ. രമേശ് ഏട്ടൻ ഹായ് വരുന്നു. ശ്രീജിലേട്ടൻ ഹായ് വരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാനുള്ളത് നിങ്ങളുടെ ഈ ഒരു കലാരൂപം എങ്ങനെ കൊണ്ടുപോകുന്നു. അതൊക്കെ നല്ല രീതിയിൽ ഇതിന്റെ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കുഴപ്പമില്ല. പഠനം അതിലൂടെ ഈ കലാരൂപം എങ്ങനെ കൊണ്ടുപോകുന്നു നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അജിൽ കുമാരേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. അജീഷേട്ടൻ ഹായ് പറയുന്നു. ഗോപകുമാരേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഒരു മൂക്കുത്തി ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ മൂക്ക് കുത്തിയത് ഊരിക്കളഞ്ഞു ഞാൻ. സാമി ഡാൻസ് ഉണ്ടോ? കൃഷ്ണകുമാരേട്ടൻ അത് നമ്മുടെ ദേവു ചിലപ്പോൾ കളിക്കുമായിരിക്കും എനിക്ക് തോന്നുന്നു. സുമിത്തയുടെ ഹായ് സുഖാണ് ചോദിക്കുന്നത്. എവിടെയാണ് വീട്? നമ്മുടെ വിഷ്ണു ചേട്ടൻ ചോദിക്കുന്നത്. വീട് തിരുവനന്തപുരം വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട് കേട്ടോ. ഒരു പാട്ട് പാടി നമ്മുടെ സുരഭി ചേച്ചി പറയുന്നുണ്ട്. മന്ദാരക്കാവില് വേലപ്പുരം കാണാൻ എന്താടാ കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവില് എന്തുവാടെ എന്നൊന്ന് പാടാനും സമ്മതിക്കൂലേ? ഓക്കെ, വിഷ്ണു ചേട്ടൻ ഓക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ ലൈഫിലേക്ക് പോവാണ്. രാജീവേട്ടൻ അടിപൊളി പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കലാധരൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്.
ചേട്ടൻ സൂപ്പർ പറയുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ശ്രീഹരി ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ഹായ്. നമ്മുടെ വിഷ്ണു ചേട്ടൻ രണ്ടാളും പൊളി പറയുന്നുണ്ട്, താങ്ക് യു ചേട്ടാ, താങ്ക് യു. നമ്മുടെ ശ്രീഹരി ചേട്ടൻ ഞാൻ വന്നു എന്ന് പറയുന്നത് വന്നു ഞാൻ, നമ്മുടെ ടാഗ് അല്ലേ ചേട്ടാ. ഓക്കെ, ഒരുപാട് കമന്റ് മിസ്സായിട്ടുണ്ട് കേട്ടോ പരിപാടിയുടെ ഇടയ്ക്ക്. അയ്യോ, അവിടെ വായിച്ചു. സാമി ഡാൻസ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. കളിക്കാം കേട്ടോ, നോക്കാവേ, കളിക്കാവേ. നമ്മുടെ അല്ലല്ല, അതൊക്കെ വായിച്ചതാ. ഓക്കെ, നമ്മുടെ ജയൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ഹായ്. നമ്മുടെ ഷാനു ചേട്ടൻ നിന്റെ നൃത്തം എനിക്കിഷ്ടമാണ്, പക്ഷെ നിന്റെ നാട്യം അതെനിക്കിഷ്ടമല്ല. അത് സാധനം. ഓക്കെ, നിഷാ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ഹായ് ചേട്ടാ, ഹായ്. നമ്മുടെ ഷീജിൽ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ഹായ് ചേട്ടാ, ഹായ്. പൊട്ടിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ രമേശ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ദീപ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ഹായ്. നമ്മുടെ വിഷ്ണു ചേട്ടൻ പൊളിക്കെന്ന് പറയുന്നുണ്ട്. ഓക്കെ ചേട്ടാ, ഓക്കെ, തകർത്ത് തിമിർക്കാം കേട്ടോ. ദെൻ നമ്മുടെ സുമിത്ത് അയ്യോ പേടിയാവുന്നു, ഇനി പാടല്ലേ എന്ന് പറയുന്നുണ്ട്. അത് പാടല്ലേ എന്നാ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ടില് ഒരു പ്രതിഷ്ഠ പോലെ ഞാൻ ഒരാളെ കൊണ്ട് ഇരുത്തിയിരിക്കുക. അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇതൊന്നും കേട്ട് പേടിക്കണ്ട, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉയർത്തും. ഞാൻ പാടി വന്നത് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നു എന്നെ കോളമാക്കി. ഇനി ഞാൻ പാടൂല. ദേവു രണ്ടാളും പൊളിച്ചിട്ടോ എന്ന് പറയുന്നുണ്ട്, കൊള്ളാം പറയുന്നുണ്ട്. താങ്ക് യു സുരേഷ് ചേട്ടോ. സെബൻ ചേട്ടൻ ഡാൻസ് നൈസ് വരുന്നു. മനോജേട്ടൻ ഹായ് വരുന്നു, കഴിച്ചു പൊളിച്ചു. നമ്മുടെ സ്മേഷ് ചേട്ടൻ വരുന്നു, ഉമേഷ് ചേട്ടൻ ഹായ് വരുന്നു, സൂപ്പർ ബെസ്റ്റ്. നമ്മുടെ മനോജേട്ടൻ വരുന്നു, സൂപ്പർ. നമ്മുടെ കൃഷ്ണേട്ടൻ പറയുന്നുണ്ട്, ശിവന്റെ കീർത്തനം പാടി. നമ്മുടെ ശ്രീചേട്ടൻ പറയുന്നുണ്ട്, കീർത്തനമാണ് ഒറ്റയ്ക്ക് പാടില്ല, രണ്ടുപേർ കൂടെ പാടാം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പാടാൻ വലിയ കളിയാക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ എന്തായാലും പാടാം. ആംഗികം ഭുവനം യസ്യ വാചികം സർവവാഗ്മയം ആഹാര്യം സൂര്യചന്ദ്ര താരാദി ത്വം നുമസ്സാത്വികം ശിവം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗതാം അജാട്യം വാക്പടുത്വം ച ഹരിമത് സ്മരണാത് ഭവേത്. സരസ്വതി നമസ്സുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാം. പ്രണമ്യ ശിരസാ ദേവോ പിതാമഹ മഹേശ്വര നാട്യം കരിഷ്യ ഭൂദേവി പാദകാദശ്രമസ്വമേ. ഓക്കെ, എന്തായാലും അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. രാമരാമകൃഷ്ണൻ പറയുന്നു 180, അയ്യോ അത് പോയിട്ടോ, 183 ഷെയർ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കമന്റ് പറഞ്ഞത്. യെസ്, നമ്മുടെ രാമേട്ടൻ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് രാമേട്ടൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ രാമേട്ടൻ പറഞ്ഞ കണക്ക് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പേജ് 183 പേര് ഷെയർ ചെയ്തിട്ടുള്ളൂ, വേഗം ആവട്ടെ. ഓക്കെ, ശ്രീകേച്ചേട്ടൻ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നത് എന്തിനാ, പോവാനാണോ? ഇവിടുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് പോയത്. മഹേഷേട്ടൻ സൂപ്പർ പറയുന്നുണ്ട്, ശ്രീജിലേട്ടൻ ഹലോ പറയുന്നുണ്ട്, ഹലോ. സുരജൻ സൂപ്പർ പറയുന്നുണ്ട്, താങ്ക് യു. കലാധരൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ഹായ്. രാജേന്ദ്രൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, 98 പരം പേർ കാണുന്നു, ദയവായി ഷെയർ ചെയ്ത് കാണുക എന്ന് നമ്മുടെ രാമേട്ടൻ പറഞ്ഞിട്ട്. യെസ്, ഞങ്ങളുടെ മുതലേ സൂപ്പർ. ബിജോട്ടൻ ഹായ് പറയുന്നുണ്ട്, ഏതാണ് കോളിംഗ് ബെല്ലിൽ അടിക്കുമ്പോഴുള്ള സൗണ്ട് ഉള്ള മനുഷ്യൻ, ഒന്ന് കാണിക്കണം. ഫോട്ടോ ഫേസ്ബുക്കിൽ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടുതരാം ആ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക്. നിങ്ങൾ എന്റെ അക്കൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അമ്മാമ്മയുടെ ഫോട്ടോ സ്ഥിരം വരും. സുരേഷ് കുമാറിന്റെ സൂപ്പർ പറയുന്നുണ്ട്, 98 പരം പേര് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. യെസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു മിനിറ്റ്. ചുക്കുട്ടി, എന്റെ ലൈഫിൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഓക്കെ, നവീൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ഹായ് നവീൻ ചേട്ടൻ, താങ്ക് യു. രാജൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ശ്രീ ഓം വീരാട് വിശ്വകർമ്മനെ നമ എന്ന് നമ്മുടെ അനുപേട്ടൻ പറയുന്നുണ്ട്. യെസ്, താങ്ക് യു. കലാധരൻ ചേട്ടൻ, സുധീഷ് ചേട്ടൻ ഹായ് പറയുന്നു, ഷൈജി ചേട്ടൻ ഹായ് പറയുന്നു, രാജേന്ദ്രൻ ചേട്ടൻ ഹായ് പറയുന്നു, ഷിജി ചേട്ടൻ ഹായ് പറയുന്നു, ശ്രീകേഷ് ചേട്ടൻ ഞാൻ പോണു ബൈ പറയുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഒരു വലിയ ഹായ്. രാമേശ്വരൻ ഹലോ പറഞ്ഞു, ഹലോ ഹായ്. പിള്ളേർ വേഗം കമന്റ് പോരട്ടെ കേട്ടോ. ട്രെൻഡ് FM 99.1 ആശംസകൾ പറയുന്നുണ്ട് സന്തോഷ് ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ഷെയർ 307 നമ്മുടെ സന്തോഷ് ഉത്രാടം പറയുന്നുണ്ട്, താങ്ക് യു സോ മച്ച് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നതിന്. രമേശ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്, ഹായ്. അപ്പം ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ ലൈവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലുള്ള ഒരു നിർധന കുടുംബത്തിലെ ഒരു ചേച്ചിയുടെ വിവാഹം ആണ് നമ്മുടെ സൗഹൃദ കൂട്ടായ്മ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിവരം എല്ലാവരുടെ സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഈ വിവാഹത്തിന് നമ്മളെല്ലാവരാൽ കഴിയുന്ന സഹായം
നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ താഴെ നമ്മൾ അതിൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കല്യാണത്തിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ചേച്ചിയുടെ പേരും എല്ലാം നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. രാജേന്ദ്രൻ ചേട്ടൻ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. താങ്ക് യു സോ മച്ച്. സൂപ്പർ എന്ന് നമ്മുടെ സുധ കുമാർ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ചേച്ചിയായിരിക്കും സുധ ചേച്ചി പറയുന്നുണ്ട്. സുധാകരൻ ചേട്ടൻ സഹായി പറഞ്ഞു. അയ്യോ അമ്മാമ്മയാണോ, അറിഞ്ഞിരുന്നില്ല, ആരും പറഞ്ഞിരുന്നില്ല. പാവമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു കോമഡി ഒക്കെ വരും. അപ്പൊ എല്ലാവരും തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. മെസ്സേജ് പക്ഷെ വാതുറന്നു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചാവും. മെസ്സേജ് വായിച്ചതിൽ സന്തോഷം. നമ്മുടെ കലാധരൻ ചേട്ടൻ പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത്. നമ്മളിവിടെ മെസ്സേജ് ഇടുന്ന എല്ലാവരുടെ മെസ്സേജ് ഞങ്ങൾ മാക്സിമം വായിക്കും. പിന്നെ ഈ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് സ്ക്രോളായി പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാ മെസ്സേജുകളും വായിച്ചിട്ടേ നമ്മൾ വിടാറുള്ളൂ. ഓക്കെ, വിനയരാജൻ ചേട്ടൻ ഹായ് പറഞ്ഞു. ലതീഷ് ചേട്ടൻ ഹായ് പറഞ്ഞു. രാജേന്ദ്രൻ ചേട്ടൻ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. താങ്ക് യു. സുലോചന ചേച്ചി ഗോഡ് ബ്ലെസ് യു പറയുന്നു. താങ്ക് യു. പപ്പു ചേട്ടൻ ഹായ് സുഖാണ് ചോദിക്കുന്നുണ്ട്. രമേശ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. കലാധരൻ ചേട്ടൻ താങ്ക് യു പറയുന്നുണ്ട്. വെൽക്കം. ലതീഷ് ചേട്ടൻ ഹായ് പറഞ്ഞു. മഹേഷ് ചേട്ടൻ ഹായ് പറഞ്ഞു. ഗോഡ് ബ്ലെസ് യു പറയുന്നുണ്ട്. നല്ല കാര്യം, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ അനുപേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. രാരി കൃഷ്ണൻ ഹായ് പറയുന്നുണ്ട്. ഹായ് രാരി ചേട്ടോ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. കൃഷ്ണകുമാർ ഏട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. മാത്തൂർക്കാവ് ഭഗവതി ക്ഷേത്രം അമ്മ എത്തിട്ടോ എന്ന് പറയുന്നുണ്ട്. അമ്മേ ഒരുപാട് സന്തോഷം. മാത്തൂർക്കാവ് ഈ ലൈവിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ട്. അയ്യോ എന്തോ ഞാൻ കണ്ടില്ല, അത് മെൻഷനാണ് കേട്ടോ. അഖിൽ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് അഖിൽ ചേട്ടോ. പിന്നെ മാത്തൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പേജിൽ നിന്ന് ഒരുപാട് സ്റ്റിക്കർ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. താങ്ക് യു. ദേവു, ആ നിർദ്ധരായ ചേച്ചിയുടെ കല്യാണത്തിന് പോണം, താല്പര്യമൊന്നും ഇല്ലയോ എന്ന് ചോദിക്കുന്നു. ദേവുവിനോടാ ചോദിക്കുന്നത്. നിനക്ക് പോകാൻ താല്പര്യമൊക്കെ ഉണ്ട്, പറ്റുമെങ്കിൽ പോകും. ലിജു ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. ഒരു മെലഡി സോങ് പാടാമോ? ഞാൻ പാടി നേരത്തെ എടുത്തിട്ട് പാടരുത് പറഞ്ഞിട്ട് ഞാൻ പാടൂല. ഞാൻ പാടുന്ന കാര്യം പറയുമ്പോഴേ ഈ മുഖങ്ങളിരിക്കുന്ന കണ്ടോ. കയറുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തൂങ്ങിട്ട്. എല്ലാവർക്കും സുഖാണ്. നമ്മുടെ രാജകൃഷ്ണൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖാണ്. അഖിൽ ചേട്ടൻ ഹായ് വരുന്നുണ്ട്. ഹായ്. മാതൃക്കാവ് അഞ്ചുക്ക് ചേട്ടൻ ഹായ് വരുന്നുണ്ട്. മാതൃക്കാവ് പൂച്ചെണ്ടൊക്കെ തന്നെ താങ്ക് യു സോ മച്ച്. ലിജു ചേട്ടൻ ഹായ് വരുന്നുണ്ട്. ഹായ്. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ ഹായ്. എല്ലാരും എന്നെ തന്നെ നോക്കാം. നാളെ അമ്മയുടെ പുണ്യഭൂമിയിൽ 2 പേരും. അതെ, അപ്പൊ അതൊരു കാര്യം പറയട്ടെ. നാളെ നമുക്ക് മാതൃക്കാവിലാണ് കേട്ടോ ലൈവ്. ഓക്കെ, രണ്ടാൾക്ക് സുഖാണ്. നമ്മുടെ അഞ്ചു ടീച്ചർ ചെയ്യുന്നത് സുഖാണ്. വൈശാഖിടൻ ഹായ് പറഞ്ഞത്. ഹായ് കേട്ടോ. അപ്പോ വേഗം ഓടി വരട്ടെ. കമന്റ്സ് ഒക്കെ കാണാനില്ല. പോകണം പറ്റുമെങ്കിൽ. അല്ല, തീർച്ചയായിട്ടും പോകണം. ജീവിതത്തിൽ ഇതായിരിക്കും സന്തോഷമുള്ള നിമിഷം. അതെ. മുകുന്ദൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് മുകുന്ദൻ ചേട്ടോ. മഹേഷ് ചേട്ടൻ ഹായ് പറഞ്ഞു. ഹായ് മഹേഷ് ചേട്ടോ. ഒന്ന് പാടൂ. അയ്യോ എനിക്ക് ഒന്ന് പാടൂ പ്ലീസ്. പിടിക്കുന്നേ നീ പാടിക്കൂടെ? നീ പാടിയ പാട്ടല്ലേ പാടിയാവും. സുലോചന ചേച്ചി നമസ്കാരം പറയാം. നമസ്കാരം സുലോചന ചേച്ചി. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ നന്നായി വരും. ഗുഡ് എന്നാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് കലാധരൻ ചേട്ടോ. ബാക്കി കമന്റ് ഒന്ന് വായിക്കേ. സുലോചന ചേച്ചി നമസ്കാരം പറയുന്നുണ്ട്. നമസ്കാരം ചേച്ചി. നമ്മുടെ ഈ കലാധരൻ ചേട്ടൻ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ നന്നായി വരും. ഗുഡ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. നമ്മുടെ മുകുന്ദൻ ചേട്ടൻ പേടും എന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻ എവിടെ? കുട്ടി കരഞ്ഞ ശബ്ദമാണ്. കുട്ടിക്ക് കളിയാക്കി. നിനക്കൊരു കമന്റ് വിടും. ദേവു കണ്ണുകൊണ്ട് ഡാൻസ് കളിക്കാൻ അറിയില്ല. ഒന്ന് കളിച്ചാൽ നാണമാകുന്നു. സുമേഷ് ചേട്ടൻ ദേവൂട്ടി പറയുന്നത്. സുനീഷ് സുധാകരൻ. ഓക്കെ, വിനി ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. സുമേഷ് ചേട്ടൻ ഹായ്. രണ്ടാൾക്കും സുഖമല്ലേ? സുഖമാണ്. ഹായ്. കമന്റ് വന്നില്ലല്ലോ. ഉണ്ടായിരുന്നു. അച്ഛൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. നമ്മുടെ ജിജോ രാജ് ഹായ് പറയുന്നുണ്ട്. ഹായ് ചേട്ടാ. ഹായ്. നമ്മുടെ ദീപ ചേച്ചി. അല്ല, അത് വേറെ. മഹേഷ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് ചേട്ടാ. ഹായ്. നമ്മുടെ അയ്യോ കമന്റ് പോയിട്ടാ. എവിടെ പോയി?
ലിജു ചേട്ടൻ ഒന്ന് ചേച്ചി പാടുകയാണ്, ചേച്ചി അല്ല ചേച്ചി പാടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ? എനിക്കറിഞ്ഞൂടെ. വീട്ടിലെന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ പറയരുത്. ഈ വീട്ടിൽ ഏറ്റവും പാവം ഞാനുണ്ട്. എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പാര വെച്ച് സഹായിക്കുകയും ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ നിന്നിട്ട് എനിക്കിട്ട് അടുത്തതെന്ന് തോണ്ടി പാര വെക്കുകയും ചെയ്യുന്ന ഏക സ്നേഹമുള്ള അനിയത്തിയാണ് ദേവൂട്ടി. കിട്ടത്തില്ല, നിങ്ങൾക്ക് അതിന്റെ വാല്യൂ അറിയത്തില്ല. കാരണം വേണമെങ്കിൽ 2 ദിവസം ഞാൻ വന്ന് ആരെങ്കിലും വീട്ടിൽ അനിയത്തി എന്നുള്ളൊരു സ്ഥാനത്തിൽ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ എനിക്ക് ഓസ്കർ അവിടുന്ന് എങ്ങനെ സഹിക്കുന്നു? അടങ്ങിയിരിക്കും. ചേച്ചിയോടുള്ള ബഹുമാനോ? ഞാൻ ഇതിൽ കൂടുതൽ ഇങ്ങനെയുള്ളതിന്റെ അടുത്തൊക്കെ ഇത്ര ബഹുമാനം അധികമാണ് അല്ലേ? അമ്മയുടെ ചോദിക്കണം. അമ്മയുടെ ഉറങ്ങുമ്പോൾ തന്നെ നീ മിണ്ടായിരുന്ന കമന്റ്സ് പോണണ്ട. ചായ കുടിച്ചോ മക്കളെ? നമ്മുടെ അന്തുകി ചേട്ടൻ ചോദിക്കുന്നു. മഹേശ്വരൻ ഹായ് പറഞ്ഞു, സിനിച്ചേട്ടൻ ഹായ് പറഞ്ഞു, സുകേഷിന്റെ ഹായ് മോളെ സുഖാണ് ചോദിക്കുന്നു. സുഖാണ്. ദേവൂട്ടി എന്ന് വിളിക്കുന്നു. പാടല്ലേ പ്ലീസ്. സന്തോഷമായിട്ട് നമസ്കാരം. ഭൂരിപക്ഷം നോക്കാം. 2 പേര് കൂടുതൽ ആരെങ്കിലും പാടാൻ പറഞ്ഞ് ഞാൻ പാടും, ഒരാള് പാടുന്ന പറഞ്ഞ് ഞാൻ പാടും. അപ്പൊ പാടല്ലേ? സാവുചേട്ടൻ ഹായ് പറഞ്ഞു, ബാബുചേട്ടൻ ഹായ് പറഞ്ഞു, ഹായ് സുഖാണ് ചോദിക്കുന്നത്. ഗുഡ് ഗോ ആൻഡ് ഷെയർ മറന്നവരെ ഷെയർ ചെയ്യാൻ ഓർമ്മ. ഇവിടുന്ന് ഡാമേഡ് പറഞ്ഞു എന്തോ പറയണം. പൊളി അടിപൊളി. നമ്മുടെ രതീഷിടം പറഞ്ഞു. ഇവിടെ കമന്റ്സ് കിടക്കാണ് കേട്ടോ. ഷെയർ 358. വിശ്വകർമ്മ AK ഉണ്ണികൃഷ്ണയുടെ പാടൂ. ഒരു പാട് കേട്ട് ഇനി ഒരു പാട് കൂടെ കേൾക്കണേ. അപ്പോൾ ശരി, ഞാൻ പോകുന്നു. ഹാപ്പി നിങ്ങളുടെ ദിവസം വുമൻസ് ഡേ. മോള് പാട് കേൾക്കട്ടെ. 2 പാട്ട് 2 പാട്ട് പാടാൻ പറഞ്ഞു. നോക്കട്ടെ. ഞാൻ ചിരി വരുന്ന രാഹുൽ ചേട്ടൻ പാടണമെന്ന് പറയുന്നുണ്ട്. അനിൽ വിശ്വകർമ്മ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. അപ്പം 2 അപ്പോ 2 3-4 പേര് പാടാൻ പറഞ്ഞിട്ട് പാട്ട് പാടും. നമ്മുടെ അഖിൽ കൃഷ്ണൻ പാവന്റെ അടുത്ത് എന്റെ പാട്ട് പാടും എന്നുള്ള പറഞ്ഞ സന്തോഷത്തെ എന്റെ അടുത്ത് വീട്ടിൽ പാടാൻ പറഞ്ഞാൽ അമ്മ എന്നെ കല്ലെറിഞ്ഞു വരെ ഓട്ടിക്കും. പിന്നെ ഞാനൊരു കമ്പറിഞ്ഞ് 3 ഇര അതിന്റെ ആ കമ്പി തട്ടി തന്നെ ഞാൻ വീണു. പാട്ട് പാടാൻ അമ്മ സമ്മതിക്കൂല. പാടി അമ്മ ഓട്ടിക്കും. പാവന്റെ അച്ഛൻ മാത്രമാണ് എല്ലാം സൈഡായിട്ടിരുന്ന് കേട്ട് ഉറങ്ങും. പിന്നെ ദേവും പാട്ട് പാടാൻ തുടങ്ങുമ്പോഴേ അവള് കല്ലെറിഞ്ഞ് ഓട്ടിക്കണം. അമ്മമ്മ ഏതെങ്കിലും വഴി കൂടി കൊടുക്കും. അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് പാട്ടിനോടെ. അതുകൊണ്ടാണ് ഞാൻ പാടണോ വേണ്ടേ ചോദിച്ചത്. ഇനി നിങ്ങൾ പറ, പാടണോ വേണ്ടേ? പാവം കുട്ടിയുടെ കണ്ണുപോയി. ഇനി നിന്റെ കണ്ണാ മൂക്കാ പോയി? മൂക്ക് എന്റെ മൂക്കത്തിയോടെ തെറിച്ച് പാട്. ഈ പാട്ട് പാടുമോ? ഏത് പാട്ടാ? അപ്പൊ റെക്കമെന്റ് ഒന്ന്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ദേവ് പറ. ഞാൻ 9th പഠിക്കുന്നത്. പേര് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. എന്റെ പേര് ദേവിക. ഞാൻ 9th പഠിക്കുന്നത്. വക്കം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. എന്റെ പേര് ശ്രീകുട്ടി. ഞാൻ +1 സ്റ്റുഡന്റ് ആണ്. മഹാരാജ കോളേജിലാണ്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ. ദേവൂട്ടി, എനിക്ക് അനിയത്തിമാരില്ല, സുഖല്ലേ? നമ്മുടെ ലിജു മനോഹരൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. യാസ്, കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ സിനിച്ചേട്ടൻ പറയുന്നത്. താങ്ക് യു. ഹായ് മക്കളെ, നമസ്കാരം. സുഖല്ലേ? എന്നെ അറിയാവോ? മീശ പോയോ? മീശ എന്ന് പറയുമ്പോൾ എനിക്ക് മീശോണ് ഓർമ്മ. ഇടയ്ക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ പെട്ടു. ഓൾ ദി ബെസ്റ്റ്. പാടിക്കുമെന്ന് പറഞ്ഞൊരു ഒരു ഹായ് തരാമോ? ലിബിൻ ചേട്ടൻ ഒരു കീർത്തനം പാടാമോ? കീർത്തനം വേണം. ഞാനൊരു സാധാ പാട്ട് പാടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം, അതാണ് നല്ലത്. പാടൂന്ന് പറഞ്ഞിട്ട് പാടാം. നീ കമന്റ്സ് വായിച്ചോ? ജിജോ രാജേട്ടൻ പാടൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ചേട്ടാ, ഇപ്പൊ തീർച്ചയായിട്ടും ചേച്ചി പാടും കേട്ടോ. പാടട്ടെ ചേച്ചി പാടി. അതൊക്കെ വായിച്ചതാ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ.
അപ്പം എന്തായാലും പാടാൻ പറഞ്ഞ് ഞാനത് പാടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ഞു പെയ്യണ മനക്കുള്ളിരണ മകരമാസ പെണ്ണേ മഴയിറങ്ങി പുഴയിറങ്ങി വാ. ബാക്കിയും കൂടെ ലിറിക്സ് ഇട്ടിരുന്നെങ്കിൽ ഞാൻ പാടിത്തരായിരുന്നു, പക്ഷെ എനിക്കത്ര അറിയാം. ഡാൻസ് കളിക്കൂ. ഇവിടെ അടുത്ത് നിന്നിട്ട് പറയാതെ അവിടെ ചെന്ന് ഫോൺ എടുത്തിട്ട് പറയണ ആൾ ആദ്യമായിട്ടെന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് കേട്ടോ. നല്ല കമ്മൽ നമ്മുടെ ശ്രീജിത്തേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. ആരെ കമ്മലെന്നും കൂടെ ഒന്ന് പറയണേ. ഓക്കെ. അയ്യോ രാജേട്ടൻ ഹായ് പറഞ്ഞു. ചിന്നു രാജേഷ് എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? പാട്ട് കൊള്ളില്ലേ? പാടാൻ അറിയാലോ, സൂപ്പർ. ഇനി അജ്മോൻ ചേട്ടൻ ഹായ് പറഞ്ഞിട്ട് ഹായ് 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 ഹായ്. എന്തുണ്ട് വിശേഷം? സുഖാണ്. നമ്മുടെ ജിത്തു ജെയിംസ് എവിടാണ്? സുഖാണ്. ഈ മുഖങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഈ മുഖം ആർക്കും ഓർമ്മ ഏതോ ഒരു എന്താ പറയാ ഒരു പേടി സ്വപ്നം പോലെ ഉണ്ട്. സുരേഷേട്ട ശ്രീകുട്ടി എന്തോ. ജിത്തു ജെയിംസ് വീട് ഹായ് പറഞ്ഞിട്ട് കമന്റ്സ് ഞാൻ കണ്ടു. ദേവൂട്ടി ശ്രീകുട്ടി രണ്ടാളും ഒരു പാട്ട് പാടി. രണ്ടുപേരും കൂടി ചേർന്നു നിനക്ക് അറിയുന്ന പാട്ട് പറയാ. ഞാൻ പാടിയ പാട്ട് ആൾക്കാരെല്ലാം ഓർക്കും. ഇതിനാണ് 100 പേര് നിൽക്കുന്ന പാട്ട്. ഓക്കെ. അയ്യോ ഗൈസ് ബൈ. വിധി ഉണ്ടെങ്കിൽ ഇനി കാണാം. അത് തങ്ങനെ അതാണ്. വിശാല മനസ്സേ വിരോധമരുതേ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഇതൊക്കെ നമ്മൾ ഓട്ടോഗ്രാഫിൽ എഴുതുന്നതല്ലേ? സില്ലി ഗൈസ്. സുലോചന സൂപ്പർ എന്ന് പറയുന്നത്. മഹേഷേട്ടൻ ഹായ് പറഞ്ഞു. സിനിച്ചേട്ടൻ ഡൺ പറയുന്നുണ്ട്. ടൈം സോങ് സൂപ്പർ. നമ്മുടെ അന്തുകി ചേട്ടൻ പറഞ്ഞു. സൂപ്പർ പറയുന്നത് കൊള്ളായിരുന്നു. സൂപ്പർ നമ്മുടെ ലീജു ചേട്ടൻ പറയുന്നു. എനിക്ക് എന്റെ പാട്ട് ഇത്രയും കൊള്ളായിരുന്നു. അമ്മ ഇനി പറ കൊള്ളായിരുന്നു പാട്ട്. അങ്ങനെ കൊള്ളായിരുന്നു പാട്ട് എന്ന് പറയുന്നുണ്ട്. ശ്രീകുട്ടി നമ്മുടെ സുനീഷേട്ടൻ പറഞ്ഞു ഈ ഒരു പേജ് അതും രവീന്ദ്ര ചേട്ടൻ സൂപ്പർ പറഞ്ഞു. ആതിര സുരേഷ് ഹായ് പറഞ്ഞു. സുരേന്ദ്ര ചേട്ടൻ ഹായ് പറഞ്ഞത്. ശ്രീകുട്ടിയുടെ അടുത്ത നിന്നെയാണ് ഉദ്ദേശിച്ചതേവും. മഹേഷ് ചേട്ടൻ ഹായ് പറഞ്ഞത്. ഹായ്. അപ്പൊ നമ്മുടെ ലൈവ് ഇപ്പോ എന്നും ഉണ്ടോ? എനിക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ ജിത്തു പറയുന്നുണ്ട്. ജിത്തു ചേട്ടൻ പറഞ്ഞിട്ട് ലൈവ് ഇന്നും നാളെ ലൈവ് ഉണ്ട് കേട്ടോ. സോങ് പൊളിച്ചു എന്ന് പറഞ്ഞു. രാഹുൽ ചേട്ടൻ ഹായ് പറഞ്ഞു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഡാൻസിലേക്ക് പോകാം. അടുത്ത ഡാൻസ് ഇതാണ്. ഞാൻ കളിക്കാം. കമന്റ് വെച്ചു. ഓക്കെ. രാഹുൽ ചേട്ടൻ ഹായ് പറഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് ഡാൻസ് ദേവൂട്ടിയുടെ ആണ്. ദേവൂട്ടി ഇപ്പൊ കളിക്കും കേട്ടോ. സുനീഷ് സുധാകരൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഗുഡ് ജോബ് നമ്മുടെ ഷീജി ചേട്ടൻ പറയുന്നുണ്ട്. ജയപ്രസാദ് ചേട്ടൻ ഹായ് പറഞ്ഞു. വൈക്കം വിജയലക്ഷ്മി ആലാപിച്ച പാട്ടെന്ന് കമന്റ് ചെയ്താൽ. മഹേഷിയുടെ ഹായ് പറഞ്ഞു. ഷിജിയുടെ പാട്ടൊക്കെ പിന്നെ പാടാം. ഡാൻസ് കേട്ടെ ദേവുക. അടുത്ത് ഞാൻ പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു മിനിറ്റ് ആ കമന്റ് ഒന്ന് വായിച്ചിട്ടുണ്ടോ? വിശ്വകർമ്മ സൗഹൃദവേദി പാലക്കാട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു നമ്മുടെ ബാബു ചേട്ടൻ. താങ്ക് യു സോ മച്ച്. കലാധരൻ ചേട്ടൻ നമസ്കാരം. നമസ്കാരം. PKS വിഷ്ണു ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് ചേട്ടോ. പിന്നെ കലാഭവൻ ചേട്ടൻ നമസ്കാരം പറയുന്നുണ്ട്. വേലായുധം കുട്ടി പാലക്കാട് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് ഹലോ പറയുന്നുണ്ട് നമ്മുടെ വിഷ്ണു ചേട്ടൻ. ബാബു ചേട്ടൻ ഹായ് പറഞ്ഞു. സുജിത് ചേട്ടൻ പൊളിച്ചു എന്ന് പറഞ്ഞു. ജിജു ചേട്ടൻ സൂപ്പർ പറഞ്ഞു. ജിബു ചേട്ടൻ സൂപ്പർ പറയുന്നുണ്ട്. സൂപ്പർ. താങ്ക് യു. സുരേഷ് ചേട്ടൻ സൂപ്പർ പറഞ്ഞു. താങ്ക് യു. ദേവ് പൊളിച്ചു നമ്മുടെ അനുപേട്ട പറഞ്ഞു. സുബേഷ് ചേട്ടൻ സൂപ്പർ ദേവൂട്ടി എന്ന് പറഞ്ഞുണ്ട്. PKS കിരൺ ചേട്ടൻ സൂപ്പർ പറയുന്നുണ്ട്. താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് അടുത്ത വേറൊരു ഡാൻസ് ടൈപ്പ് കേട്ടോ. വേലായുധം കുട്ടി പാലക്കാട് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. രാജീവേടൻ ഹായ് പറഞ്ഞു.
താങ്ക് യു. നമ്മുടെ വിശ്വകർമ്മ സൗഹൃദ വേദിയിൽ നിന്നും കമന്റ് വരുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്. ഹായ് നമ്മുടെ വരുൺ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് നമ്മുടെ സുമേഷ് ചേട്ടൻ നൈസ് സോങ് സൂപ്പർ ഡാൻസ് പറയുന്നുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. സന്തോഷ് ചേട്ടൻ ഒരുപാട് സ്റ്റിക്കർ കമന്റ് ഇടുന്നുണ്ട്. നമ്മുടെ സുജി ചേച്ചി വാച്ചിങ് ഫ്രം വാച്ചിങ് ഫ്രം ഖത്തർ എന്ന് അയക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ചേട്ടാ. വിജി ചേട്ടൻ സൂപ്പർ ദേവ് പറയുന്നുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. നൈസ് സോങ് സൂപ്പർ ഡാൻസ്, നൈസ് സോങ് സൂപ്പർ ഡാൻസ് അത് വായിച്ചു. ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. വിശ്വകർമ്മ സൗഹൃദവേദി എറണാകുളം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആശംസകൾ നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട്. കമൽ ജി കൊല്ലം ഹായ് പറയുന്നു. രാജീവ് സൂപ്പർ പറയുന്നു. ഹായ് സൂപ്പർ ദേവുട്ടി നമ്മുടെ ഉമേഷ് ചേട്ടൻ പറയുന്നുണ്ട്. അനീഷേട്ടൻ ഹായ് പറയുന്നു. സൂപ്പർഡ മോളെ നമ്മുടെ വരുൺ ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. അടുത്ത പാട്ട് ബ്ലോക്ക് ആവുന്നു. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനോ ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്ത് ലൈവിലേക്ക്, മനീഷ് ചേട്ടനോ ഒന്ന് ലൈവിലേക്ക് വേഗം വരിക. ലൈവ് പ്രോബ്ലം കാണിക്കുന്നു, ബ്ലോക്ക്ഡ് ഡിസേബിൾ എന്ന് കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് എന്താണെന്നൊന്ന് നോക്കിയിട്ട് അത് ചെയ്യേണ്ടതാണ്. ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും. പറ്റുന്നില്ല. സ്റ്റോപ്പ് ഫിനിഷ് കൊടുക്കുകയാണ്. എറണാകുളം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓടിയ പോവില്ല. ഓക്കെ ഓക്കെ. ഈ ലൈവ് പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഷെയർ ചെയ്ത് കാണണേ. പാലക്കാട് ജില്ലയിലെ ഒരു നിർധന കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി നടത്തുന്നു. അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. കട്ട് ചെയ്ത് കയറാം, അതാകുമ്പോൾ പ്രോബ്ലം വരില്ല. ലോങ് വീഡിയോ എന്നാണ് കാണിക്കുന്നത്. എനിക്ക് പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഇത് ബ്ലോക്ക് ഡിസേബിൾ കാണിക്കുന്നുണ്ട്. വീഡിയോ ആൻഡ് ദ ബിലോങ് സംവൺ എലൈസ് എന്നാണ് കാണിക്കുന്നത്. ഓഡിയോയും വീഡിയോയും കുറച്ച് നേരത്തെ ഓഡിയോയും വീഡിയോയും ബ്ലോക്ക് ഇടുന്നതായി ഇപ്പം മെസ്സേജ് വന്നിട്ടുണ്ട്. ലൈവ് കട്ട് ചെയ്ത് ഒന്നേന്ന് കയറട്ടെ. അല്ലെങ്കിൽ ഓക്കെ. ഇല്ല, കമന്റ്സ് പോകുന്നില്ല, വീഡിയോ ആള് കയറുന്നില്ല. രണ്ട് പ്രോബ്ലം ഇങ്ങനെ ഇരിക്കുന്ന. നോക്കാം. ഒബ്ജക്റ്റ് ആവുന്നില്ല എന്നാണ് കാണിക്കുന്ന കമന്റ്സ് ഒന്നും കേട്ടോ. ഓക്കെ.